നമസ്കാരം, ഞാൻ ബൈജോ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മഹീന്ദ്രയുടെ ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് മഹീന്ദ്രയുടെ ഒരു പിക്കപ്പ് ട്രക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഗെറ്റവേ എന്നായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് ഏറ്റവും ആധുനികമായ ഏറ്റവും പുതിയ ലോകത്തിന് ചേരുന്ന രീതിയിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ കണ്ടു കൊതിക്കേണ്ട, കാരണം 2027 ഏപ്രിലിൽ ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ പ്രൈസ് കേട്ട് നമ്മൾ ഞെട്ടിപ്പോയി. അതായത് ഈ വാഹനവുമായിട്ട് പ്രധാനമായിട്ടും കോമ്പീറ്റ് ചെയ്യുന്ന ടൊയോട്ടയുടെ ഹൈലക്സിനേക്കാളും പകുതി വിലയ്ക്ക്, അതായത് 19.97 ലക്ഷം രൂപയ്ക്കാണ് ഈ വാഹനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഇതിന് 3 വേരിയൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ 2 വേരിയൻസ് കൂടി, അതായത് റീഫ്, വാലി, പിന്നെ ട്രയൽ, അങ്ങനെ 3 വേരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 എഡിഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വാലി എന്ന് പറയുന്ന എഡിഷനാണ്. അതിമനോഹരമായ മുൻഭാഗം. ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം ഇതിൻ്റെ ഡയമെൻഷൻസ് ആയാലും ഇതിൻ്റെ എൻജിൻ സ്പെക്ക് ഒന്നും തന്നെ കമ്പനി പറഞ്ഞിട്ടില്ല. എന്തായാലും LED ലൈറ്റുകളും അതോടൊപ്പം തന്നെ മനോഹരമായ എന്താ പറയുക ക്രോം എലമെൻസും ബ്ലാക്ക് എലമെൻസും എല്ലാം കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ വളരെ സ്ലിം ആയിട്ടുള്ള ഹെഡ് ലാമ്പ്, താഴെയായിട്ട് ഫോഗ് ലാമ്പ് ആണെങ്കിലും ഈ ഒരു ക്യൂബ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. വളരെ ഉയർന്നു നിൽക്കുന്ന പ്രൊഫൈൽ. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഹൈറ്റ് ആയാലും ഇതിൻ്റെ വീൽ ബേസ് അത്ര ഒരു കാര്യങ്ങളും കമ്പനി റിവീൽ ചെയ്തിട്ടുള്ള നമുക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. അതുപോലെ ഇൻറ്റീരിയർ അടച്ചിട്ടിരിക്കുകയാണ്, നമുക്കത് കാണാനും പറ്റില്ല. എന്തായാലും ഒന്ന് മാറത്തുന്ന ഒരു എടുത്തോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഏതൊരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പും പോലെയൊക്കെ തന്നെയാണ്. ടയർ സൈസ് അല്പം കൂടി വലുതാകാമായിരുന്നോ തോന്നിയാൽ നമുക്ക് അത് തെറ്റില്ല, കാരണം 18 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. വലിയ വീൽ ആർച്ചുകളും അതിലൊക്കെ ആ ഒരു ക്ലാഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെയുള്ള ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞല്ലോ, ഇതിൻ്റെ വാലി എന്ന് പറയുന്ന ഒരു എഡിഷനാണിത്. അതുകൊണ്ട് തന്നെ അതിൽ ഇത്തരം എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ കുറച്ച് കാണുന്നുണ്ട്. ഏതായാലും ഒരു എന്തായിരുന്നു ഫുഡ് സ്റ്റെപ്പും അതുപോലെ തന്നെ വളരെ കനത്ത ക്ലാഡിങ് ഒക്കെ ബോഡി ലൈനുകളൊക്കെ കാണാം. മേൽഭാഗത്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് കാണുന്നത്. എന്തായാലും നല്ല ഉയരമുള്ള വെഹിക്കിളാണ്. ഒരു 200 mm വരെയൊക്കെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രതീക്ഷിക്കാം. സൈഡിൽ ഈ ഒരു ഗ്രാഫിക്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെ വാലി എഡിഷൻ എന്നുള്ള ആ ബാഡ്ജിങ് നമുക്ക് അവിടെ കാണാം. അതാണ് മറ്റൊരു വേരിയൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ലോഡിങ് ഏരിയയുടെ സ്പെക്ക് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, ഒന്നും അറിയില്ല. എന്തായാലും ലോഡിങ് ഏരിയ മോശമല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇസുവിൻ്റെ എസ്കാബിൻ്റെ ഒക്കെ അത്രയും തന്നെ ഒരു ലോഡിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് ഏതൊരു പിക്കപ്പ് നമ്മൾ പിക്കപ്പ് ട്രക്കും നമ്മൾ കാണുന്ന പോലെ തന്നെ മഹീന്ദ്ര എന്നുള്ള വലിയ ബാഡ്ജിങ്, അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈലർ എന്നുള്ള പേരും കൊടുത്തിരിക്കുന്നത്. സ്കോർപിയോ ലൈഫ് സ്റ്റൈലർ എന്നാണ് ഇവർ ഇതിന് പേരിട്ടിരിക്കുന്നത്. മുഴുവൻ പേര് നോക്കുകയാണെങ്കിൽ സ്കോർപിയോ ലൈഫ് സ്റ്റൈലർ എന്നാണ്. അതുപോലെ വളരെ ഉയർന്ന പിൻഭാഗത്തേക്കാണ് വളരെ ഉയർന്നു നിൽക്കുന്ന ബമ്പറും, അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുന്നത്, ഏതൊരു മലയും കയറാവുന്ന രീതിയിലുള്ള അത്രയും ഗ്രൗണ്ട് ലെവൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ LED ടെയിൽ ലാമ്പാണ്. അതിനോട് വളരെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു ചെറിയ ഒരു റിഫ്ലക്ടർ മറ്റും മാത്രമേ അവിടെ കാണാനുള്ളൂ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു വാലി എന്ന് പറയുന്ന എഡിഷൻ്റെ പ്രത്യേകത. എങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അതുകൂടി ഒന്ന് കാണാം അല്ലേ ശ്യാമേ? കമോൺ. ആണ് അടുത്ത എഡിഷൻ. ഇതിൻ്റെ പേര് ട്രയൽ എന്നാണ്. ഇതിൻ്റെ ഈ ഫുഡ് സ്റ്റെപ്പ് മാത്രം ഒരു വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ തീമൊക്കെ നല്ല രസമായിട്ടുണ്ട്. സൈഡിലെ ഗ്രാഫിക്സ് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗിയുള്ള, അത് ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു ഗ്രാഫിക്സും അതുപോലെ കളറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും വ്യത്യാസമില്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു പിൻഭാഗത്തുള്ള ടെയിൽ ലാമ്പും മറ്റു കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് ഈ ഒരു കളറിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. അടുത്ത റീഫാണ് നമ്മൾ അവിടെ കാണുന്നത്. റീഫിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഭംഗിയുള്ള കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കളറിൻ്റെ മിക്സ് എന്നൊക്കെ പറയാം. റീഫ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ സർഫിങ്ങിനും മറ്റും ഉപയോഗിക്കാവുന്ന രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് മേൽഭാഗത്ത് വിറ്റിയിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു കളർ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഏതാണ്ട് 19 ലക്ഷത്തോളം ഈ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ ഏഷ്യൻ കൺട്രീസിൽ വിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിൽക്കുന്ന അമേരിക്കയിലാണ്, നോർത്ത് അമേരിക്കയിൽ. അപ്പോൾ ആ ഒരു വലിയ 19 ലക്ഷം അല്ലല്ലോ, 1,90,00,000
ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു വർഷം വിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവരുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന ഒരു പിക്കപ്പ് ട്രക്ക് അല്ല ഇത്, ഗ്ലോബൽ വിപണിയിലേക്ക് പോകാൻ പോകുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്തൊക്കെ എൻ്റെ ഇൻറ്റീരിയർ ഷോട്ടുകളൊക്കെ കാണിച്ച് നല്ല ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷനിൽ കണ്ടു കാണും. ഇത് അടച്ചിട്ടേക്ക് നമുക്ക് തുറക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ 2027 ഇത് വിപണിയിലെത്തും. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഇസുസുവിനും അതോടൊപ്പം തന്നെ ടൊയോട്ടയും രണ്ടുപേർക്കാണ് പിക്കപ്പ് ട്രക്കുകളുള്ളത്. രണ്ടുപേർക്കും വലിയ ഭീഷണിയാകും. കാരണം ഇതിൻ്റെ വില 20 ലക്ഷം രൂപയിൽ താഴെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിലൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി കാത്തിരിക്കാനേ പറ്റും. എന്ന് തന്നെയല്ല, നാളെ അടുത്ത ഏതോ 1-2 മോഡൽ കൂടി ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഈ ഓഗസ്റ്റ് 14-15 മറ്റൊരു പരിപാടിക്കും വിടില്ല. മഹീന്ദ്ര ഇവിടെ വന്നേ പറ്റൂ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണാം. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി. ബൈ.